അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ഭൃത്യനായിരുന്നു എപ്പഫ്രാസ്. അദ്ദേഹം പുതിയ നിയമത്തിൽ അധികമായി പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം എക്കാലത്തും ക്രിസ്തീയ വിശ്വാസികൾക്ക് അനുകരിക്കുവാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ നമുക്ക് ഇന്ന് അറിവുള്ളൂ. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലഘുചിത്രം വരയ്ക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. എപ്പഫ്രാസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ 3 പരാമർശങ്ങളാണുള്ളത്. അപ്പോസ്തലനായ പൗലോസ് 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പേര് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും 1 പ്രാവശ്യം ഫിലേമോന് എഴുതിയ ലേഖനത്തിലും പറയുന്നു. വാക്യങ്ങൾ ഇങ്ങനെയാണ്. കൊലോസ്യർ 1:7-8. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. കൊലോസ്യർ 4:12. നിങ്ങളിൽ ഒരുത്തനായി യേശുക്രിസ്തുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഫിലേമോൻ 1:23. യേശുക്രിസ്തുവിൽ എൻ്റെ സഹബദ്ധനായ എപ്പഫ്രാസും. ഈ വാക്യങ്ങളിൽ എപ്പഫ്രാസിനെ വിശേഷിപ്പിക്കുവാനായി പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. കൊലോസ്യർ 1:7 പൗലോസ് എപ്പഫ്രാസിനെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസ് എന്നാണ്. 8-ാം വാക്യത്തിൽ അദ്ദേഹത്തെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 4:12 യേശുക്രിസ്തുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് എന്നും അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നുവെന്നും പൗലോസ് പറയുന്നു. 4:13 നിങ്ങൾക്കും ലവുദിക്യക്കാർക്കും ഹീരപ്പുലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്ന് പൗലോസ് സാക്ഷിക്കുന്നു. എപ്പഫ്രാസിനെ പൗലോസ് ഫിലോമോന് പരിചയപ്പെടുത്തുന്നത് ക്രിസ്തുയേശുവിൽ എൻ്റെ സഹബദ്ധനായ എപ്പഫ്രാസ് എന്നാണ്. അപ്പോസ്തലനായ പൗലോസിന് എപ്പഫ്രാസിനെ കുറിച്ചുള്ള അത്യധികമായ പ്രശംസയാണ് ഈ ഹ്രസ്വവാചകങ്ങളിലൂടെ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത്. സുവിശേഷം അത് എത്തിച്ചേരാത്ത ഇടങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പൗലോസിന്റെ ആഗ്രഹത്തിന് എക്കാലവും കൂട്ടുനിന്നിരുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരു സഹഭൃത്യനായിരുന്നു എപ്പഫ്രാസ്. രക്ഷിക്കപ്പെട്ടവരെ തുടർന്ന് വചനം പഠിപ്പിച്ചും മുന്നോട്ട് നയിച്ചും വിശ്വാസത്തിൽ വളർത്തുന്നതിലും എപ്പഫ്രാസ് വളരെ ശ്രദ്ധിച്ചിരുന്നു. എപ്പഫ്രാസ് ഒരു കൊലോസ്യ പട്ടണ നിവാസിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കൊലോസ്യർ 4:7-14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുവേലക്കാരുടെ വന്ദനം സഭയെ അറിയിക്കുന്നുണ്ട്. എത്ര പേർ അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്നു എന്ന് നമുക്ക് തീർച്ചയില്ല. പൗലോസ് ഈ കത്തിൽ 8 വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. അതിലൊരാൾ എപ്പഫ്രാസ് ആണ്. 11-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതി, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ഇതിൽ നിന്നും എപ്പഫ്രാസ് ഒരു യവന വംശജനായിരുന്നു എന്ന് അനുമാനിക്കാം. കൊലോസ്യർ 1:7 പൗലോസ് പറയുന്ന വാചകം ഇങ്ങനെയാണ്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നും കൊലോസ്യരുടെ സഭ എപ്പഫ്രാസ് സ്ഥാപിച്ചതാകാം എന്ന് കരുതപ്പെടുന്നു. പൗലോസിന് കൊലോസ്യ, ലവുദിക്യ, ഹീരാപ്പൊലി എന്നീ പട്ടണങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇവ പശ്ചിമ ഏഷ്യയിൽ ലൈക്കസ് താഴ്വരയിൽ ഉണ്ടായിരുന്ന ഒരുമിച്ച് കൂടിക്കടന്നിരുന്ന 3 പട്ടണങ്ങളായിരുന്നു. എന്നാൽ പൗലോസിന് ഇവിടെ പോകുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ആ ഉത്തരവാദിത്വം അദ്ദേഹം എപ്പഫ്രാസിനെ ഏൽപ്പിച്ചു. അങ്ങനെ എപ്പഫ്രാസ് ഈ സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ സഭ ആരംഭിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിക്കുകയോ ചെയ്തു. ഈ വിവരങ്ങളിൽ യാതൊന്നും നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും വ്യക്തമായി ലഭ്യമല്ല. അതിനാൽ ഇതെല്ലാം അനുമാനങ്ങൾ മാത്രമാണ്. ഈ സ്ഥലങ്ങളിലും അവിടെയുള്ള സഭകളിലും ദൈവരാജ്യത്തിന്റെ സുവിശേഷം എപ്പഫ്രാസ് അറിയിച്ചിരുന്നു. ആത്മീയമായ വളർച്ചയ്ക്ക് അവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികളെ വളരെ സഹായിച്ചു. അങ്ങനെ അവർ ഫലം കായ്ച്ചും വർദ്ധിച്ചും വന്നു. പൗലോസ് കൊലോസ്യർക്കും ഫിലേമോനും എഴുതിയ കത്തുകൾ അദ്ദേഹം റോമിൽ വീട്ടുതടങ്കലിൽ ആയിരുന്നപ്പോൾ എഴുതിയതാണ്. ഇതിൽ എപ്പഫ്രാസിൽ നിന്നുള്ള വന്ദനം അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഇതിൽ നിന്നും പൗലോസ് തടങ്കലിലായിരുന്നപ്പോൾ എപ്പഫ്രാസ് കൊലോസ്യയിൽ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പൗലോസിനോടൊപ്പം റോമിലുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാം. കൊലോസ്യർ 1:8 പൗലോസ് ഇങ്ങനെയാണ് എഴുതിയത്. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. കൊലോസ്യ, ലവുദിക്യ, ഹീരപ്പൊലി എന്നിവിടങ്ങളിലെ സഭകളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് അറിയിക്കുവാനാണ് റോമിലേക്ക് പൗലോസിനെ കാണുവാൻ എപ്പഫ്രാസ് പോയത്. അവിടെ എന്തോ കാരണത്താൽ അദ്ദേഹവും തടവിലാക്കപ്പെട്ടു.
എപ്പഫ്രാസ് കഠിനാധ്വാനിയും പ്രാർത്ഥനാ വീരനുമായിരുന്ന ഒരു കർത്തദാസനായിരുന്നു. കൊലോസ്യർ 4:12 പൗലോസ് എഴുതി, അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതായത് സഭയ്ക്കെതിരായി പിശാച് കൊണ്ടുവരുന്ന പോരാട്ടങ്ങളോടെ എപ്പഫ്രാസ് എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വീര്യം മാത്രമല്ല, അദ്ദേഹം കൂട്ടുവിശ്വാസികൾക്കായി എത്രമാത്രം കരുതലുള്ളവനായിരുന്നു എന്നും കാണിക്കുന്നു. അവരുടെ വിശ്വാസ ജീവിതം ക്ഷീണിച്ചു പോകുവാൻ അദ്ദേഹം അനുവദിച്ചില്ല. എപ്പഫ്രാസ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ സഭകൾക്കായി പ്രാർത്ഥിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു. ഇതിനെക്കുറിച്ച് പൗലോസ് കൊലോസ്യർ 1:9 പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അതായത് കൊലോസ്യയിലും ലവുദിക്കയിലും ഹീരപ്പുരിയിലുമുള്ള സഭകളുടെ ആത്മീയ വളർച്ചയെക്കുറിച്ച് എപ്പഫ്രാസ് അറിയിച്ച നാൾ മുതൽ പൗലോസും കൂട്ടുഭൃത്യന്മാരും ആ സഭകൾക്കായി ഇടപെടാതെ പ്രാർത്ഥിച്ചു. എപ്പഫ്രാസ് യേശുക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ഭൃത്യനായിരുന്നു. അദ്ദേഹം വിശ്വാസത്തിൽ ശക്തനും തീക്ഷ്ണതയുള്ളവനുമായിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥനാ വീരനും മറ്റുള്ളവരെ കരുതുന്നവനും അവർക്കായി പിശാചിനോട് പോരാടുവാൻ തയ്യാറുള്ളവനുമായിരുന്നു. വിശ്വാസത്തിനു വേണ്ടി പൗലോസിനോടൊപ്പം കഷ്ടത അനുഭവിക്കുന്ന എപ്പഫ്രാസിനെയാണ് നമ്മൾ കാരാഗൃഹത്തിൽ കാണുന്നത്. ഈ കത്തുകളിൽ പറഞ്ഞിരിക്കുന്ന അല്ലാതെ പിന്നീട് എപ്പഫ്രാസിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. സഭാ പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹം റോമിലെ തടവിൽ നിന്നും മോചിതനായി വീണ്ടും കൊലോസിലേക്ക് പോവുകയും അവിടെയുള്ള സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ വെച്ച് തന്നെ അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. എപ്പഫ്രാസിനെ കുറിച്ചുള്ള ഈ ലഘു വിവരണം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.